വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് റിവിഷൻ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികൾ, കായലുകൾ, തടാകങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഇപ്പൊ 2 ദിവസമായിട്ട് നമുക്ക് പഠിക്കാം. കാരണം നദികളും കായലും തടാകങ്ങളും എന്ന് പറയുമ്പോൾ കുറച്ചധികം ഭാഗം നമുക്ക് പഠിക്കാണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കേരളത്തിൽ ഇപ്പോ നദികളെ കുറിച്ചുള്ള പഠനം എന്താണെന്നൊക്കെ നമുക്കറിയാം. പോട്ടമോളജി ആണ് അല്ലെ. ഇപ്പൊ കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 44 നദികളാണെന്ന് പറയും. അതിൽ 41 നദികൾ നമ്മൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകണേന്ന് പഠിച്ചിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികളും 3 നദികൾ എങ്ങോട്ടാ പോണേ? കിഴക്കോട്ട് ഒഴുകുന്നതും. അങ്ങനെ മൊത്തം എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 44 നദികളാണ്. ആ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബനി, അതുപോലെ തന്നെ ഭവാനി, അതുപോലെ തന്നെ പാമ്പാർ. ഈ 3 നദികളാണ് എങ്ങോട്ട് ഒഴുകുന്നത്? കിഴക്കോട്ട് ഒഴുകുന്നത്. ഇനി കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഈ 3 നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ് എന്നും മനസ്സിലാക്കുക. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി കബനി നദിയാണ്. കേരളത്തിൽ ഒഴുകുന്ന കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്നതിൽ നീളം കൂടിയത് കബനിയാണ്. കബനിയുടെ ഉത്ഭവം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. വയനാട് ജില്ലയിൽ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയില് കാവേരി നദിയില് എന്ത് പതിക്കുകയാണ്? കബനി നദി പതിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതാ പറയാ? കബനി നദിയാണ്. കബനി നദിക്ക് കപില എന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്. കബനി നദിയിലാണ് പ്രസിദ്ധമായിട്ടുള്ള കുറുവ ദ്വീപ് കാണപ്പെടുന്നത് കേട്ടോ. കുറുവ ദ്വീപ് കാണപ്പെടുന്നത് എവിടെയാണ്? കബനി നദിയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ജന്യദ്വീപാണ് കുറുവ ദ്വീപ് എന്ന് പറയുന്നത്. ഇനി വലുപ്പത്തിൽ കേരളത്തിന്റെ വലിപ്പത്തിൽ 2ാം സ്ഥാനം, കിഴക്കോട്ട് ഒഴുകുന്നതിൽ 2ാം സ്ഥാനം ഭവാനിക്കാണ്. ഭവാനി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിൽ നിന്നാണ് കേട്ടോ. എവിടെ നിന്നാണ്? നീലഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പതനം തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ കാവേരിയിൽ പതിക്കുകയാണ് ചെയ്യണേ എന്താ? ഭവാനി എന്ന് പറയുന്നത്. ഭവാനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോഷക നദിയുണ്ട്, ശിരുവാണി എന്നാണ് പറയുന്നത്. ഈ ശിരുവാണി നദി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ്. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിരുവാണി അണക്കെട്ടാണ്. ഭവാനി നദിയില് ഒരു പ്രധാനപ്പെട്ട തടയണ കാണപ്പെടുന്ന തടയണയുടെ പേര് മുക്കാലി തടയണ എന്നാണ്. ഇനി അടുത്തത് പാമ്പാറാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പാറാണ് പറയാ. പാമ്പാറിന് തലയാർ എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ സർപ്പ നദി എന്നും എന്തറിയപ്പെടുന്നു? പാമ്പാർ അറിയപ്പെടുന്നു. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെന്മൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി ഈ പാമ്പാറ് എവിടെ പതിക്കുന്നു? കാവേരി നദിയിൽ പതിക്കുന്നു. ഇവിടെയാണ് പ്രസിദ്ധമായിട്ടുള്ള തൂവാനം എന്ന് പറയുന്ന വെള്ളച്ചാട്ടം ഒഴുകുന്നത്. ഇനി ചിന്നാർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ എന്താ പറയാ, മഴനിഴൽ പ്രദേശമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏതെന്ന് പറഞ്ഞാൽ പാമ്പാർ നദി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ പാമ്പാറും അതുപോലെ തന്നെ തേനാർ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ആ തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിക്കുകയും അവിടെ എന്താണ് കാവേരിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയായ അമരാവതി എന്ന് പറയുന്ന ഒരു നദി ഉത്ഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത്രയുമാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു പെരിയാർ. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. ഇതിന്റെ ഉത്ഭവം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെയാണ്? വേമ്പനാട് കായലിൽ പതിക്കുന്ന നദിയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതുന്നില്ല, കുറേയധികം പേരുകളും കാര്യങ്ങളൊക്കെ ഇതിന് പഠിക്കാനുണ്ട്. അതായത് ചൂർണി എന്നൊരു പേരുണ്ട്. ചൂർണി എന്നുള്ളത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നതാണ്. പൂർണ്ണ എന്ന പേരുണ്ട്. പൂർണ്ണ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള പേരാണ്. കേരളത്തിന്റെ ജീവരേഖ, ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നൊക്കെ ഇതറിയപ്പെടുന്നു. ആലുവയിൽ വെച്ച് ഈ പെരിയാറ് മംഗലം പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ 2ആയിട്ട് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദിയാണ്. ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ പറയുന്നത്?
പെരിയാറിന്റെ പേര് ഇപ്പൊ മുതിരപ്പുഴ, ചെറുതോണി, ഇടമലയാറ്, മുല്ലയാറ്, കട്ടപ്പനയാറ്, പെരുന്തുറയാറ് ഇതൊക്കെ തന്നെ പെരിയാറിന്റെ പോഷക നദികളാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി പെരിയാറിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് ഏതൊക്കെ? മുല്ലപ്പെരിയാർ അണക്കെട്ട്, ഇടുക്കി അണക്കെട്ട്, മാട്ടുപ്പെട്ടി അണക്കെട്ട്, ഭൂതത്താൻകെട്ട് അണക്കെട്ട്, അങ്ങനെ ചെറുതോണി അണക്കെട്ട്, അങ്ങനെ കുറെ അധികം അണക്കെട്ടുകളുണ്ട്. പ്രധാനപ്പെട്ട വൈദ്യുത പദ്ധതികളാണെങ്കിലോ പള്ളിവാസല്, നേര്യമംഗലം, ലോവർ പെരിയാറ്, ഇടുക്കി, അങ്ങനെയൊക്കെ. പെരിയാറില് വളരെ AD 1341 കൊടുങ്ങല്ലൂർ തുറമുഖം നശിക്കാൻ ഇടയായ ഒരു എന്താ പറയുന്നത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പെരിയാറില് ഈ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖം കൊടുങ്ങല്ലൂർ ആണെങ്കിൽ രൂപം കൊണ്ട തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ കൊച്ചി തുറമുഖം പറയും. ഇനി അടുത്ത് നമ്മളോട് ചോദിക്കാറുണ്ട് 99-ലെ വെള്ളപ്പൊക്കം പെരിയാറിൽ നടന്നത് എന്നാണെന്ന്. അത് 1924 ഇത് കൊല്ലവർഷം 1099 അതിനെ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഭാരതപ്പുഴയാണ്. 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഭാരതപ്പുഴയ്ക്ക് 209 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? 209 കിലോമീറ്റർ നീളാണ് ഭാരതപ്പുഴയ്ക്ക് ഉള്ളത്. ഉത്ഭവം എന്താണ്? പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെയാണ്? അറബിക്കടലിൽ, പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പേര് തന്നെ എന്താണ്? കുറേയധികം പേരുകളുണ്ട്. നിള, അതുപോലെ തന്നെ പൊന്നാനി, അതുപോലെ തന്നെ പേരാറ്, ചിറ്റൂരിലെത്തുമ്പോൾ ശോകനാശിനി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു അല്ലെ. ശോകനാശിനി എന്ന് വിളിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി MT വാസുദേവൻ നായരാണ്. ഇനി അടുത്തത് കേരളത്തിലെ 2ാമത്തെ വലിയ നദിയാണ്. ഈ ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഗായത്രി പുഴ. ഏതൊക്കെയാണ്? ഗായത്രി അല്ലെ, ഗായത്രി പുഴയുണ്ട്, കണ്ണാടിപ്പുഴയുണ്ട്, അതുപോലെ തന്നെ തൂതപ്പുഴയുണ്ട്, കുന്തിപ്പുഴയുണ്ട്, കൽപ്പാത്തിപ്പുഴയുണ്ട്. ഇതൊക്കെ ഇതിന്റെ പോഷക നദികളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഏതിലാണ്? ഭാരതപ്പുഴയിലാണ് എന്ന് ഓർത്തു വയ്ക്കും. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി എന്ന് പറയുന്നത്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും പൊന്നാനിയിലാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ മിനി പമ്പ എന്നും വിളിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഭാരതപ്പുഴയുടെ തീരത്ത് എന്താണ്? മിനി പമ്പ കാണപ്പെടുന്നു. അതുപോലെ കേരള കലാമണ്ഡലം ഉണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലുണ്ട്. പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇതൊക്കെ നമ്മൾ ഭാരതപ്പുഴയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു നദിയാണ് പമ്പ എന്ന് പറയുന്നത്. പമ്പയുടെ പ്രത്യേകത, പമ്പ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 176 കിലോമീറ്റർ നീളമുള്ള പമ്പ പുളിച്ചിമലയിൽ നിന്ന്, പീരുമേട് താലൂക്കിലെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. ഇത് പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട് കായലിലാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബാരിസ് എന്ന പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏതാണ്? കേരളത്തിലെ പുണ്യനദി ഏതാണ്? മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ പമ്പയാണ്. ഇതിന് കുറേയധികം പോഷക നദികളുണ്ട്. ഏതാണ്? കക്കിയാറ്, അതുപോലെ തന്നെ കല്ലാറ്, അതുപോലെ മണിമലയാറ്, അച്ഛൻ കോവിലാറ്, ഇതൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ. അതിന്റെ പോഷക നദികളാണ്. ഇനി അടുത്തത് ആറന്മുള. എല്ലാവർക്കും അറിയാം ആറന്മുള, ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ട്രോഫി, ഇതൊക്കെ നടക്കുന്നതും എവിടെ തന്നെയാണ്? നമ്മുടെ പമ്പാ നദിയിലാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി വളരെ പ്രസിദ്ധമായിട്ട് പമ്പാ നദിയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനത്തിന്റെ പേരാണ് മാരാമൺ കൺവെൻഷൻ എന്നത് കേട്ടോ. ഇനി അടുത്തത് അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹിന്ദുമത സമ്മേളനം ഉണ്ട്. അത് ചെറുകോൽപ്പുഴ കൺവെൻഷൻ ആണ്. ഇതൊക്കെ നടക്കുന്നത്
എവിടെയാണ്? പമ്പാ നദിയുടെ തീരത്താണ്. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് പമ്പ ആക്ഷൻ പ്ലാൻ എന്നാണ്. എന്താണ്? പമ്പ ആക്ഷൻ പ്ലാൻ ആണ്. പമ്പാ നദിയിലെ വൈദ്യുത പദ്ധതികളാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയും അതുപോലെ തന്നെ മണിയാർ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതിയും. ഇതിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേര് പെരുന്തേനരുവി എന്നാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം കേട്ടോ. പമ്പയുടെ ദാനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലത്തെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഒരു 4ാം സ്ഥാനത്തുള്ള നദിയാണ് ചാലിയാർ എന്ന് പറയുന്നത്. കേരളത്തിൽ 169 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ചാലിയാർ വയനാട് ജില്ലയിൽ ഇളമ്പലേരി കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. ഇതിന് ബേപ്പൂർ പുഴ, അതുപോലെ തന്നെ കല്ലായി പുഴ, അതുപോലെ തന്നെ ചൂലിക നദി എന്നൊക്കെയുള്ള പേരുകളുണ്ട് കേട്ടോ. കേരളത്തിൽ വളരെയധികം മലിനീകരണം ഉണ്ടായിരുന്ന ഒരു നദിയായിരുന്നു ചാലിയാർ. ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണം എന്തായിരുന്നു? മാവൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. ഈ ഗ്വാളിയോർ റയോൺസിൽ നിന്നുള്ള മാലിന്യം മുഴുവൻ ഒഴുകിയിരുന്നത് എവിടേക്കാണ്? ചാലിയാറിലേക്കാണ്. അങ്ങനെ ചാലിയാറില് ഇത്തരം മലിനീകരണം വരുന്നതിനെതിരെ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഇതാണ്, KA റഹ്മാൻ. അദ്ദേഹം എന്ത് നടത്തുകയാണ്? വലിയൊരു സമരം നടത്തുകയാണ്. അങ്ങനെ കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ ആദ്യം നടന്ന ലഹള എന്ന് നമുക്ക് KR റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ചാലിയാർ ലഹളയെ വിശേഷിപ്പിക്കാം. കേരളത്തിൽ വളരെയധികം സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഏത് എന്ന് പറയുന്നത്? ചാലിയാർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നിലമ്പൂർ തേക്കിൻകാട്ടിലൂടെ ഒഴുകുന്ന നദിയാണ്. തുഷാരഗിരി എന്ന് പറയുന്ന വെള്ളച്ചാട്ടം, തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ്? ഈ പുഴയിലാണ് കേട്ടോ. ഇനി അടുത്തത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്. കേരളത്തിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനത്ത് ഏത് നദിയാണ് എന്നുള്ളത്. വലുപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള നദിയുടെ പേര് ചാലക്കുടി പുഴ എന്നാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുകയും എവിടെ പതിക്കുകയും ചെയ്യുന്നു? ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു. കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ളത് ചാലക്കുടി പുഴയിലാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്നതും ചാലക്കുടി പുഴയിലാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള അതിരപ്പിള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാല, പെരിങ്ങൽ കുത്ത വെള്ളച്ചാട്ടങ്ങളൊക്കെ ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നതും ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിലെ വൈന്തലയിലാണ്. എവിടെയാണ്? വൈന്തലയിലാണ്. ഇനി അടുത്തത് ജലവൈദ്യുത പദ്ധതികൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജലവൈദ്യുത പദ്ധതിയാണ് ചാലക്കുടി പുഴയിലെ ഷോളയാറും അതുപോലെ തന്നെ പെരിങ്ങൽ കുത്ത് എന്ന് പറയുന്നതും. പെരിങ്ങൽ കുത്ത് കേട്ടോ. പെരിങ്ങൽ കുത്തും ഇവിടുത്തെ പ്രധാനപ്പെട്ട വൈദ്യുത പദ്ധതികളാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇനി കുറച്ച് കേരളത്തിൽ എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് എന്താ പറയാ നദികളെ കുറിച്ചാണ് ടീച്ചർ പറയണേ. കേരളത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് റിവർ, ഏറ്റവും ചെറിയ റിവർ, ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം കേട്ടോ. ഉത്ഭവം ബാലപൂണി കുന്നുകളിൽ നിന്നാണ്. കാസർഗോഡ് ജില്ലയാണ്. പതിക്കുന്നത് ഉപ്പള കായലിലാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി എന്ന് വിളിക്കുന്നതും ഏതിനെ തന്നെയാണ്? നമ്മുടെ മഞ്ചേശ്വരം പുഴയാണ്. ഇതിനെ തലപ്പാടി പുഴ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. അപ്പൊ കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെയ്യാർ നദിയാണ് പറയാ. അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നെയ്യാറ്. ഇനി കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? മയ്യഴിപ്പുഴയാണ് കേട്ടോ. മയ്യഴിപ്പുഴ വയനാട് കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിലാണ് പതിക്കുന്നത്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? M മുകുന്ദനാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനലാണ് മയ്യഴിപ്പുഴ. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുള്ളത് ധർമ്മടം എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണ് എന്ന്. അത് അഞ്ചരക്കണ്ടി പുഴയിലാണ്. അഞ്ചരക്കണ്ടി പുഴ എവിടെയാണ്? കണ്ണൂരിലാണ് എന്ന് ഓർക്കുക. അടുത്തത് പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തൂക്കുപാലമാണ് ആൽബർട്ട് ഹെൻറി. ബ്രിട്ടീഷുകാരനായ ആൽബർട്ട് ഹെൻറി നിർമ്മിച്ചിട്ടുള്ളതാണ്. ആ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കല്ലടയാറിലാണ് കേട്ടോ.
അടുത്തത് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ, കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രഗിരി പുഴ നമ്മൾ പറയണം. ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്നതാണിത്. ഇനി അടുത്തത് ചിമ്മിനി ിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറുമാലിപ്പുഴ എന്ന് നമ്മൾ പറയും. അടുത്തത് കേരളത്തിലെ മഞ്ഞ നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കുറ്റ്യാടിപ്പുഴ എന്ന് പറയും. എന്താണ്? കുറ്റ്യാടിപ്പുഴയാണ് മഞ്ഞ നദി. കേരളത്തിലെ മഞ്ഞ നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ്. ഇനി എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പ്രതിപാദിക്കുന്നത് ഇരുവഞ്ഞിപ്പുഴയാണ് കേട്ടോ. ഏതാണ്? ഇരുവഞ്ഞിപ്പുഴയാണ്. അരുന്ധതി ഡോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പ്രതിപാദിക്കുന്നത് ഏതാണ്? മീനച്ചിലാർ ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മീനച്ചിലാറിന്റെ തീരത്തുള്ള പട്ടണം ഏതാണ്? കോട്ടയമാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിക്കുന്ന എന്താ പറയാ നദി ഏതാണ്? കോരപ്പുഴയാണ്. ഒ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? തൂതപ്പുഴ അല്ലെ. ഇനി മലിനീകരണം കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ എന്താ പറയുന്നത്, മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ മലിനീകരണം വളരെ കുറവുള്ളതാണ് അത് മലിനീകരണം ട്ടോ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? കുന്തിപ്പുഴ എന്ന് പറയുന്നത് ട്ടോ. കടലിൽ പതിക്കുന്ന നദികളിൽ കേരളത്തിലെ ഏറ്റവും ചെറിയത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമപുരം പുഴയാണ് നമ്മൾ പറയേണ്ടത്. രാമപുരം ആണ് പറയേണ്ടത്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അയിരൂർ. ഏതാണ്? അയിരൂർ പുഴ എന്ന് പറയും. അയിരൂർ പുഴ ട്ടോ. കേരളത്തിലെ ചെറിയ രണ്ടാമത്തെ നദി എന്നും നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? അയിരൂർ പുഴയെ വിശേഷിപ്പിക്കാം. ഇത്രയാണ് കേരളത്തിലെ നദികൾ. അടുത്ത ക്ലാസ്സിൽ കേരളത്തിലെ കായലുകള്, തടാകങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ.